വിശ്വാസി സമൂഹം ഈദ്ഗാഹുകളിൽ നിന്നും അതുപോലെ തന്നെ മസ്ജിദുകളിൽ നിന്നുമെല്ലാം അവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നത്. അങ്ങനെയുള്ള ഒരാഘോഷമാണ് ഈദുൽ ഫിത്ർ ആഘോഷമെന്ന് പറയുന്നത്. ജാതിമത വ്യത്യാസങ്ങളില്ല ഈദിൻ്റെ സന്ദേശത്തിന്. എല്ലാവർക്കും ഈദിൻ്റെ ആശംസകൾ നേരുന്നു എന്ന് മാത്രമല്ല, വിശ്വാസി സമൂഹത്തോട് എല്ലാവർക്കും ഈദിൻ്റെ സന്തോഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ അയൽപക്കങ്ങളിലുള്ള ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലുള്ള ആളുകൾ, അതുപോലെ നമ്മുടെ കുടുംബ ബന്ധുക്കളായ ആളുകൾ, അതുപോലെ കുടുംബ ബന്ധമില്ലാത്ത അയൽവാസികൾ, ഇങ്ങനെ എല്ലാവരും അള്ളാഹുവിൻ്റെ കുടുംബമാണ്. അൽ ഖൽഖു ഇയാലുല്ലാഹ്, സൃഷ്ടികൾ മുഴുവനും അള്ളാഹുവിൻ്റെ കുടുംബമാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ ചേർന്ന് നിന്നു, അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ അടുത്ത് നിന്നു. അതായിരുന്നു റമളാൻ. അള്ളാഹുവിലേക്ക് അടുത്ത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇനി അള്ളാഹുവിൻ്റെ ദാസന്മാരിലേക്ക് കൂടി, അള്ളാഹുവിൻ്റെ അടിമകളിലേക്ക് കൂടി അടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ അടിമകളിലേക്ക് കൂടി അടുത്തുകൊണ്ട്, അടിമകളോട് സന്തോഷം പങ്കുവെച്ചുകൊണ്ട്, ആരുടെയെങ്കിലും മനസ്സിൽ നമ്മളോട് വല്ല പിണക്കമോ വല്ല വിമ്മിഷ്ടമോ ഉണ്ടെങ്കിൽ ഈദ്ഗാഹിൽ വെച്ച്, അതല്ലെങ്കിൽ മസ്ജിദിൽ വെച്ച് നമസ്കാരത്തിന് ശേഷം പരസ്പരം ആശീർവദിച്ച് സലാം പറഞ്ഞ് പിരിഞ്ഞാൽ അതോടുകൂടി തീരേണ്ടതാണ് എല്ലാ പിണക്കവും. വഖൈറുഹുമാ അല്ലദീ യബ്ദഉ ബിസ്സലാം, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ, പിണങ്ങിയവരിൽ ഉത്തമരായ ആളുകൾ സലാം കൊണ്ട് തുടങ്ങുന്നവരാണ്. അതുകൊണ്ട് സലാം കൊണ്ട് സംസാരിച്ച് തുടങ്ങുക. എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള സലാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.